കാർ പോവാ എന്ത്? അപ്പോൾ അമ്പ് പറഞ്ഞ പോലെ നമ്മൾ പാർക്കിൽ പോവാം. വെറുതെ ഒരു രസം, വെറുതെ വീട്ടിലിരുന്നിട്ട് ബോറടിക്കുമ്പോൾ ഇവിടെ ഇറങ്ങണ്ടേ. അങ്ങനെ ഇത് സ്കേറ്റിംഗ് പാർക്കാണ് ഷാർജയിൽ. നല്ല അടിപൊളി സ്ഥലമായി പോയിരിക്കാനും പോയി കാണാനും നല്ല രസമാണ്. പിന്നെ ഇവിടെ കളിക്കാൻ കുറേ സ്ഥലമുണ്ട്, ഓടി കളിക്കുക, നല്ല രസമുണ്ട്. കുറേ ആളുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. പാർക്കിങ്ങിലൊക്കെ ഫുള്ളായിരുന്നു. കാണാലോ, ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പം തന്നെ അവിടെ വെള്ളത്തിൽ കളിക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ടവലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കളിക്കാൻ ഇങ്ങോട്ട് പോയതാണ്. പിന്നെ ഇവിടുന്ന് കുറേ നേരം കളിച്ചു, കുറേ സമയം ഉണ്ടായിരുന്നു അവിടെ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്പൂനെ പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അമ്പ് എഴുതാനുണ്ട്. അതെ, ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്ത് കാണുന്നുണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ എവിടെ പോയാലും അങ്ങോട്ടേക്കൊരു തിരിച്ചു പോക്ക് ഉള്ളതാണ്. അമ്പാടി അവിടെ നിന്ന് എങ്ങനെ താഴേക്ക് വരുന്നില്ല. അവിടെ ഏച്ചിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുക. ഞാൻ കുറേ പറഞ്ഞു, വാ താഴോട്ട് വന്നിട്ട് എങ്ങനെ വരുന്നില്ല. അവസാനം ഞാൻ എടുത്തിട്ട് വന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നില്ല താഴോട്ടേക്ക്. ഏച്ചിയുണ്ട് എന്ന് പറയാം. പിന്നെ ഒരു കറങ്ങുന്നതിൽ കയറി. അമ്പാടി കയറിയപാടെ കരയാൻ തുടങ്ങി. ഭയങ്കര ധൈര്യത്തിൽ പോയതാണ്. അവിടെ നിന്ന് തുടങ്ങിയില്ലേ. അങ്ങനെ 2-3 കറക്കം കഴിഞ്ഞിട്ട് അമ്പാടിനെ പുറത്തെടുത്ത്. അങ്ങനെ അമ്പു അതിൻ്റെ ഉള്ളിൽ കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. അമ്പു നടുക്ക് കയറിയുന്നതുകൊണ്ട് അത്ര അറിഞ്ഞില്ല. അമ്പാടി സൈഡിലായതുകൊണ്ട് കറങ്ങുന്നത് നല്ലോണം അറിഞ്ഞു. അമ്പുവിനെ അത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലും കളിച്ചു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പടിയിറങ്ങി വന്നതാ. നമ്മളെന്തെങ്കിലുമൊക്കെ വേണ്ട വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഓടി കളിച്ച് ബാക്കിലേ ഇങ്ങനെ പോവാണ് നമ്മൾ. ഓരോരോ സ്ഥലത്തേക്കൂടെ ബാക്കിലേ പോകുന്നുണ്ട്. കുറേ നേരം ബാക്കിലേ തന്നെ പോയി. അപ്പോൾ അമ്പു ഇങ്ങനെ കറങ്ങിയിട്ട് അമ്പുവിൻ്റെ മനസ്സിൻ്റെ അകത്ത് ഫുൾ ആ വെള്ളത്തിൽ കളിക്കണം എന്നുള്ളതല്ല. അതാണ് ഇങ്ങനെ തപ്പി നടക്കുന്നത്, ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പം കിട്ടിയൊരു അവസരത്തിൽ അമ്പു വീടുന്നൊരു ഓട്ടം നേരെ വെള്ളത്തിലേക്ക് ഓടും. അങ്ങനെ മനസ്സിങ്ങനെ ചുറ്റിയാണ്. അവിടെ കളിക്കുന്ന സ്ഥലത്തേക്കൊന്നും പോകണമെന്നേ ഇല്ല ഇപ്പം. അവിടുത്തെ വെള്ളത്തിലേക്കാണ് ഫുള്ള് മനസ്സ്. ചിരിച്ചുകൊണ്ടാണ് ഓടിപ്പോകുന്നത് നേരെ വെള്ളത്തിലേക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിൽ തന്നെ വെച്ച് പിടിച്ചിട്ടുണ്ട്. ഞാനവിടെ എത്തി. അപ്പോഴേക്ക് ആളങ്ങ് കയറി, വെള്ളത്തിൽ കയറിയായിരുന്നു. പിന്നെ അമ്പാടിയും വന്നു. രണ്ടാളും കൂടിയിട്ട് കളിക്കാമെന്ന് വെച്ച്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും പറയണ്ടായിരുന്നു. കുറേ നേരം ഇവിടുന്നില്ല കളിയായിരുന്നു.
അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ തിമിർത്ത് അവസാനം പോവാൻ സമ്മതിച്ചു. പക്ഷെ നമ്മൾ ടവലോ ഡ്രസ്സോ ഒന്നും എടുക്കാണ്ട പോയെ. അവസാനം അഖിയേട്ടൻ്റെ ടീഷർട്ട് ഊരിയിട്ട് തല കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.